ഹായ് കൂട്ടുകാരെ, ദൈവത്തിന് നന്ദി. ആദ്യം ദൈവത്തിന് നന്ദി പറയട്ടെ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ വീണ്ടും ഒരു ഹെന്നയുടെ, അതായത് ഹെന്ന ഉണ്ടായിക്കൂട്ടൊക്കെ ആയിട്ടൊരു അടിപൊളി പുതിയൊരു ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ മെത്തേഡാണ് സംഭവം. നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളതാണ് നമ്മുടെ കഞ്ഞിവെള്ളം പാഴാക്കി കളയുന്നത്. നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഇന്ന് ഞാനൊരു ഡൈക്കൂട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കുറച്ച് കഞ്ഞിവെള്ളം, ഇന്ന് വെച്ചത് കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ. ഇന്ന് കാലത്ത് നമ്മൾ ചോറ് വെച്ചാലത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളമാണ്, നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ, കഞ്ഞിവെള്ളമാണ് എടുത്തോണ്ട്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് കുറച്ച് ഗ്രാമ്പൂവാണ് ഇടണത്. ഒരു 5-10 ഗ്രാമ്പൂവാണ് ഇടണത്. ഗ്രാമ്പൂ എപ്പോഴും നമ്മുടെ തലമുടി കറുക്കാനും തലയ്ക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും എല്ലാത്തിനും ഗ്രാമ്പൂ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും പണ്ടൊന്നും ആരും കണ്ടുപിടിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അതൊക്കെ അറിയുന്ന ആളുകൾക്ക് ബുദ്ധിയും ബോധമൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഗ്രാമ്പൂ എടുത്തിട്ട് കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് എടുക്കണേ. നമ്മുടെ നെല്ലിക്ക അതുപോലെ നമ്മുടെ തലയ്ക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ തണുപ്പിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഒരു 2 സ്പൂണ് നെല്ലിക്കപ്പൊടി ഞാൻ എടുത്ത് വെക്കണം. നെല്ലിക്കപ്പൊടി എപ്പോഴും നല്ലതാണ്. പിന്നെ അത് കൂടാണ്ട് ഞാൻ പിന്നെ കുറച്ച് നീലമരിയുടെ പൊടിയാണ് എടുത്ത് വെക്കണം കേട്ടോ. നീലമരിപ്പൊടിയും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ നല്ല കറുപ്പ് ഉണ്ടാവാനും മുടിക്ക് വളർച്ച ഉണ്ടാവാനും ഒക്കെയും നമ്മുടെ നീലമരി നല്ലതാണ്. നീലമരി എപ്പോഴും നീലമരി ഒന്നും ഒഴിച്ചു കൂടാത്തൊരു സാധനമാണ്. നമ്മുടെ മുടിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ നീലമരി. അപ്പോൾ ഞാൻ ഗ്രാമ്പൂ ഇട്ടു കഞ്ഞിവെള്ളത്തിലാണ് ഇതൊക്കെ ഞാൻ കലക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കലക്കണമെന്ന് യാതൊരു വക ഇതുമില്ല. എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ കഞ്ഞിവെള്ളം എടുക്കുന്നത്. വെറും പച്ചവെള്ളം ആയാലും മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ്. അപ്പോൾ ഒരു 2-3 സ്പൂണ് മൈലാഞ്ചിപ്പൊടിയും ഉണ്ട്. മൈലാഞ്ചിയും നമുക്ക് മുടിക്ക് കളർ കിട്ടാനും അതുപോലെ തന്നെ തണുപ്പിനും നമ്മളെപ്പോഴും എണ്ണ കാച്ചുമ്പോൾ മൈലാഞ്ചിപ്പൊടിയും കൂടി ചേർക്കാറില്ലേ. അപ്പോൾ മൈലാഞ്ചിയാണ് ചേർക്കണത്. അപ്പോൾ മൈലാഞ്ചിയും ഇട്ടിട്ടുണ്ട്. മൈലാഞ്ചി ഇല്ലാണ്ട് നമുക്കൊരു ഹെന്ന തയ്യാറാക്കലില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായി കലക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കഞ്ഞിവെള്ളം ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേദിവസം രാത്രി അതൊക്കെ എടുത്ത് വെച്ചേക്കണം. പിന്നെ പിറ്റേ ദിവസം ഞാൻ അതിൽ ചേർക്കാൻ പോണത് കുറച്ച് കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, പിന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, ചെമ്പരത്തിപ്പൂവിൻ്റെ ഞെട്ടിയും പൂമ്പൊടിയും കളയണം. ഈ കറിവേപ്പില നല്ല ഫ്രഷായ കറിവേപ്പില ഞാൻ തട്ടിക്കുടഞ്ഞ് നന്നായി പൊടിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. ഇത് ആര്യവേപ്പില അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ കടയും ഈ തുമ്പൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കറ്റാർവാഴയുടെ മുള്ളൊക്കെ ഞാൻ 2 വശം അരിഞ്ഞ് ഇതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. സബോള ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സബോള എടുക്കാം. ഇത് നമ്മുടെ തലയിലെ താരനും അതുപോലെ തലയ്ക്ക് ചൊറിച്ചിലുണ്ടാവാണ്ടിരിക്കാനും പിന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും അത്യുത്തമമായ ഇതാണ് ചെറിയ ഉള്ളി. അപ്പോൾ നമ്മൾ മുടി കറുപ്പിക്കൽ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി നന്നായി വളരുന്നതിന് വേണ്ടിയും പിന്നെ അതുപോലെ തന്നെ അത് ഇടതൂർന്ന് വളരുന്നതിന് വേണ്ടിയും താരനും പാനും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തലമുടി നന്നായി നരച്ച ഭാഗം കറുക്കും വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒറ്റ കൂട്ടായിട്ട്, സാധാരണ നമ്മൾ ഹെന്നയിട്ട് പിന്നെ വേറെ കൂട്ടിട്ട് അങ്ങനെ ചെയ്യാറ്, പക്ഷേ നമ്മൾ ഒറ്റ കൂട്ടായിട്ടാണ് ഇടാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ കറിവേപ്പിലയും ആര്യവേപ്പിലയും ചെമ്പരത്തിപ്പൂവും ചുവന്നുള്ളിയും അതുപോലെ നമ്മുടെ കറ്റാർവാഴയും അപ്പോൾ നമ്മുടെ ആ മിക്സിലേക്ക് നമുക്ക് ഇതും കൂടെ അരച്ച് നന്നായി ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചേരുവകളൊക്കെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ അലോവേരനെ ഒന്ന് അരിഞ്ഞിടണം. ഞാൻ അരിഞ്ഞിട്ടില്ല. അവരൊക്കെ നന്നായി പീസാക്കി ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത്തിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളം. നമ്മൾ ഇന്നലെ ഹെന്ന കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഹെന്ന കൂട്ടിയത്. അപ്പോൾ അതിൽ ബാക്കി ഞാൻ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ഇതരയ്ക്കാനും നമുക്ക് ഈ കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട്
നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ കൂട്ടി വെച്ച് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ലൂസാവാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഇത് അരച്ചിട്ട് അതും കൂടെ കൂട്ടി അരയ്ക്കാം. ഓക്കെ, ഇത് അരയാൻ മാത്രമുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ചേരുവകളൊക്കെ ഇത് നന്നായി അരച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കൂട്ടി വെച്ച നമ്മുടെ ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇന്നലെ അടച്ചു വെച്ച നമ്മുടെ കൂട്ടൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള മിക്സാണ്. നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഈ കൂട്ടി കൂടെ ഇതും കൂടെ അരയ്ക്കാം. കാരണം ഇതിൽ നമ്മുടെ കരയാമ്പൂവൊക്കെ അരയാണ്ട് കിടക്കുന്നതല്ലേ. അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിതിവിടെ എല്ലാ കൂട്ടും നമ്മുടെ ഇന്നലത്തെ ഹെന്ന കൂട്ടിയതും ഇന്നത്തെ ഒക്കെ കൂടി ഒരുമിച്ച് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി ഉണ്ട്. ഇത്രയും ചിലപ്പോൾ എൻ്റെ തലയിൽ തേക്കേണ്ടി വരില്ല. നമുക്കിത് രണ്ടൊക്കെ ഉപയോഗിക്കാനുള്ള അത്രയും ഉണ്ട് ഇത്. അപ്പോൾ ഇത് ഞാൻ ഇനി എൻ്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണേ. അപ്പോൾ നമ്മുടെ ഈ ഹെന്നക്കൂട്ട് ഞാൻ എൻ്റെ തലയിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അച്ചു ആണ് എനിക്ക് പിടിച്ചു തരുന്നത്. അച്ചു പിടിക്കുമ്പോൾ എവിടേക്കാവാത്തതെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓണാണോ അച്ചു? ഇതിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കലക്കി വെച്ചതാണ്. ബാക്കിയുള്ളതാണ് ഇന്ന് കൂട്ടിയത്. നന്നായി നമ്മുടെ തലയുടെ ഉള്ളിലേക്കൊക്കെ ഇത് ഹെന്ന ഇടുമ്പോൾ നമ്മളെ നല്ല വസ്ത്രമൊന്നും ഇടണ്ട കേട്ടോ. വസ്ത്രം ഇട്ടാൽ തുണിയിലേക്ക് ഡ്രസ്സിലേക്ക് ആവും. അപ്പോൾ അത് നോക്കിയിട്ട് ഇടണം. എനിക്ക് ഉടുപ്പിൽ പോയാ സാരില്ല. ഉടുപ്പ് നീങ്ങിന്ന് വെച്ചാൽ നിൻ്റെ മേലേക്കൊക്കെ ആവും. ഇതൊരു പുതിയ ഹെന്നക്കൂട്ടാണ്. ഞാൻ ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ഞാനും ഇതൊരു പുതിയ ഹെന്നക്കൂട്ടാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇടുന്നത്. ഇത് നല്ല തലയ്ക്ക് നല്ല തണുപ്പും അതുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ട സകല സാധനങ്ങളും ഇതിലുണ്ട്. ഇത് നിന്നോട് നീ ഇട്ടൊന്നാണ് തലയിലിട്ടാരന്നെ അല്ലേ? ഇപ്പോൾ ഈ സൈഡിൽ മുഴുവനായ അച്ചോ? ഈ സൈഡിൽ മുഴുവനായ ഇല്ല? അപ്പോൾ എൻ്റെ ഇവിടെ മുഴുവനായിട്ടില്ല. എടുത്തിട്ടുള്ളൂ ഞാൻ. ഇപ്പം എൻ്റെ തല ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത്രയും ബാക്കിയുണ്ട്. വേറൊരാൾക്കും കൂടി ഇത് ഇടാനുണ്ട്. അപ്പോൾ അത് എൻ്റെ തലയിൽ മുഴുവൻ ഞാൻ ഈ കൂട്ട്, അതായത് നമ്മുടെ ഹെന്നക്കൂട്ട് തന്നെയല്ല ഡൈക്കൂട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡൈക്കൂട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് മുടി കെട്ടി വയ്ക്കാം. അപ്പോൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇത് തല കഴുകണമല്ലോ കേട്ടോ. അപ്പം ഇനി തലയൊക്കെ തല കഴുകിയിട്ട് കാണിച്ചു തരാം. ഇപ്പുറത്ത് ബാക്കിലേക്ക് വന്ന തക്ക കാണിച്ചു കൊടുക്കുക. ബാക്കിലേക്ക് എല്ലാവരും മുടിയിലും മൊത്തം തലയോട്ടിലും മുടിയിലും ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ തേക്കണ എൻ്റെ കാച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഈ കാച്ചെണ്ണ തൊട്ട് പറ്റിയിട്ട് വേണം എൻ്റെ തലമുടിയിൽ തൊട്ട് പറ്റണം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുള്ളി എണ്ണ പുരട്ടിയിട്ട് തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നന്നായി ഉണങ്ങി തോർത്തി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡൈക്കൂട്ട്, അതായത് ഹെന്നക്കൂട്ട്. ഹെന്നയും ഡൈ ഞാൻ ഒരുമിച്ചിട്ട കൂട്ടാണ്. അപ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്. നല്ല കറുപ്പോട് കൂടി മുടി കിട്ടിയിട്ടുണ്ട്. നല്ല മുടിക്കൊക്കെ നല്ല ഉള്ളു തോന്നിക്കിട്ടുമുണ്ട്. ഇതാ ഇല്ലടാ. ഞാനിതേ കുളിയൊക്കെ കഴിഞ്ഞ് തലമുടിയൊക്കെ നന്നായി തോർത്തിയത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു യാത്ര പോകാനും കൂടിയിട്ടാണ് ഞാൻ. ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ അത് കാരണം
പള്ളിയിലൊക്കെ പോകണം. അപ്പോൾ അതുകൊണ്ട് നന്നായി ഒരു ഹെന്നയൊക്കെ ഇടാൻ തീരുമാനിച്ചേ. അപ്പോൾ കഴിഞ്ഞ മാസം ഇട്ടതൊക്കെ പോയി, ഒരു മാസത്തോളം നിന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട്. ഇതും അതുപോലെ തന്നെ ഒരു മാസത്തിലെ മേലെ നിൽക്കും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു കറുപ്പോട് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഭയങ്കര ശോഷിച്ചാണ് പോണത്. നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമാണ് അത് ഒന്ന് വളരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.